മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എത്ര ബേസ് ക്ലാസ് കാണും, എത്ര ഡിറൈവഡ് ക്ലാസ് കാണും? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. മോർ ദാൻ വൺ എന്താണോ ബേസ് ആണ്. ഓക്കെ, മോർ ദാൻ വൺ ബേസ് ക്ലാസ് ആൻഡ് വൺ ഡിറൈവഡ് ക്ലാസ്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് പറയുകയാണെങ്കിൽ അതിപ്പോ നമുക്ക് എങ്ങനെയാണ് ഒരു ഓക്കെ ഇതിന്റെ എക്സാമ്പിളിലോട്ട് പോവാ. ഓക്കെ, അതിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ക്ലാസ് ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിറൈവഡ് ക്ലാസ്. മോർ ദാൻ വൺ ബേസ് ക്ലാസ് എന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ക്ലാസ് ബി കോളൻ വിസിബിലിറ്റി മോഡ് ഫസ്റ്റ് ക്ലാസ് നെയിം. ഓക്കെ, ദെൻ കോമ വിസിബിലിറ്റി മോഡ് സെക്കൻഡ് ക്ലാസ് നെയിം, കോമ വിസിബിലിറ്റി മോഡ് തേർഡ് ക്ലാസ് നെയിം, അങ്ങനെ പോകും. ഓക്കെ, ദെൻ ബോഡി ഓഫ് ക്ലാസ് ഡി ഡിറൈവ്ഡ്. ഓക്കെ, അപ്പം ഈ വിസിബിലിറ്റി മേ ബി എയ്തർ പബ്ലിക് ഓർ പ്രൈവറ്റ്. ഓക്കെ, ഇവിടെ ക്ലാസ് പി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പ്രോഗ്രാം നോക്കുക. ഹാഷ് ഇൻക്ലൂഡ് IO stream using namespace std, class m protected int m public void get m int. Okay, class m ഒന്നും കൊടുത്തിട്ടില്ല. ക്ലാസ് എം ഡിറൈവഡ് ക്ലാസ് അല്ല, ഒരു ക്ലാസ് ആണ് ക്ലാസ് എം. പ്രൊട്ടക്റ്റഡ് മെമ്പർ ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ക്ലാസ് എൻ ആണ് കൊടുത്തിട്ടുള്ളത്, അവിടെയും പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ അല്ലെ. പബ്ലിക് മെമ്പർ ഫംഗ്ഷനിൽ എന്തേ ഉള്ളൂ, ജസ്റ്റ് ടു റീഡ് ദ ഡാറ്റ മെമ്പർ അല്ലെ. എം റീഡ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലാസ് എന്നിലാണെങ്കിൽ എൻ റീഡ് ചെയ്യുക. രണ്ടും പാരാമീറ്റർ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ യൂസർ ഇന്ററാക്ഷൻ അല്ല, എൻ്റെ യുവർ നമ്പർ സീൻ അങ്ങനെയല്ല. പാരാമീറ്റർ ആയിട്ട് മെയിൻ ഫംഗ്ഷന് ജസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാണ്. ഓക്കെ, ദെൻ ക്ലാസ് പി. ക്ലാസ് പി ആണ് നമ്മുടെ ഡിറൈവഡ് ക്ലാസ്. എം എൻ രണ്ട് ബേസ് ക്ലാസ്സിനെയും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക് വിസിബിലിറ്റി മോഡ് വെച്ചിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പം ക്ലാസ് പിയിൽ എന്തുണ്ട്, പ്രൊട്ടക്റ്റഡ് മോഡില് എമ്മും മീൻസ് പ്രൊട്ടക്റ്റഡ് സെക്ഷൻ പ്രൊട്ടക്റ്റഡ് ഡാറ്റ മെമ്പർ ആയിട്ട് എം ആൻഡ് എൻ, പബ്ലിക് മെമ്പർ ഫങ്ഷൻസ് ആയിട്ട് void get m, void get n and void display, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ രണ്ട് ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷമാണ് ഈ മെമ്പർ ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മെമ്പർ ഫങ്ഷൻ ഗെറ്റ് എം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂ എമ്മിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ഗെറ്റ് എൻ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത വാല്യൂ എന്നിലേക്ക് കൊടുത്തു. ഓക്കെ, ദെൻ void പി ക്ലാസ്സിൽ ഡിസ്പ്ലേ ഡിഫൈൻ ചെയ്യാണ് എന്താ ചെയ്തിട്ടുള്ളത്, എല്ലാ വാല്യൂസും എമ്മും എന്നും ദെൻ ദയർ പ്രോഡക്റ്റ്, ഇത് മൂന്നും ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി മെയിൻ ഫംഗ്ഷനിൽ നമ്മുടെ ഡിറൈവഡ് ക്ലാസ് പിക്ക് മാത്രം നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പി ഡോട്ട് ഗെറ്റ് എം, പി ഡോട്ട് ഗെറ്റ് എൻ, പി ഡോട്ട് ഡിസ്പ്ലേ സുഖമായിട്ട് ചെയ്യാം. കാരണം നമ്മുടെ പി എന്നുള്ള ക്ലാസിന്റെ പബ്ലിക് സെക്ഷനിൽ തന്നെ എമ്മും എന്നും ഉണ്ട്. പി എന്നുള്ള ക്ലാസിന്റെ പ്രൊട്ടക്റ്റഡ് സെക്ഷൻ പ്രൊട്ടക്റ്റഡ് ഡാറ്റ മെമ്പേഴ്സ് ആയിട്ടും എമ്മും എന്നും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് പി എന്ന് വെച്ചിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ, പി ക്ലാസിന്റെ പി ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഹലോ, ഓക്കെ. സോ നമ്മൾ ഈ ഇൻഹെറിറ്റൻസ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാ. ഞാനിപ്പോ ഇവിടെ ക്ലാസ് എ ക്ലാസ് ബി കൊടുത്തിട്ടുണ്ട്. ഞാൻ മെമ്പർ ഫങ്ഷൻസ് ഞാനിപ്പോ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പ്രോഗ്രാം. ഓക്കെ,
പബ്ലിക് ആയിട്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, പബ്ലിക് ആയിട്ട് തന്നെ ഇൻഹെറിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വോയിഡ് മെയിൻ ഫംഗ്ഷനിൽ ഞാൻ ബിക്ക്, ക്ലാസ് ബി അല്ലേ, ക്ലാസ് ബി ആണ് എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്. സോ ബിക്ക് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ബിക്ക് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഞാൻ എഴുതി ബി ഡോട്ട് എ ഈക്വൽ ടു 10. ch എൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞു ആ. ഇതെന്തായിരിക്കും വർക്ക് ചെയ്യുക ഒന്ന് പറഞ്ഞേ, കുറയ്ക്കണോ? ഇതെന്തായിരിക്കും ചെയ്യുക? ക്ലാസ് എയില് പ്രൈവറ്റ് ആയിട്ട് എ, പബ്ലിക് ആയിട്ട് ബി, പ്രൊട്ടക്റ്റഡ് ആയിട്ട് സി. ക്ലാസ് ബിയില് പ്രൈവറ്റ് ആയിട്ട് ഡി, പ്രൊട്ടക്റ്റഡ് ആയിട്ട് ബി ഇ, പ്രൊട്ടക്റ്റഡ് ആയിട്ട് സി എഫ്. ഓക്കെ, ഞാൻ ബിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് എന്റെ വാല്യൂ 10 എന്നും പറഞ്ഞിട്ട് അസൈൻ ചെയ്തു യൂസിങ് ദിസ് ഒബ്ജക്റ്റ്. ഓക്കെ, എന്തായിരിക്കും റിസൾട്ട്? നിങ്ങൾ ചാറ്റിൽ എഴുതുന്നുണ്ടാ? റിസൾട്ട് എന്തായിരിക്കും? എ ഈക്വൽ ടു 10 ആകുമോ? എ ഈക്വൽ ടു 10 ആകുമോ? ഹലോ, എ എന്ന് പറയുന്നത് എന്ത് ഡാറ്റ മെമ്പറാ? നോക്കിയിട്ട് പറയൂ. എ എന്ന് പറയുന്നത് എന്ത് ഡാറ്റ മെമ്പറാ? ഈ ഒരു എ എന്ത് ഡാറ്റ മെമ്പറാ? നമ്മുടെ ബേസ് ക്ലാസ് എന്റെ പബ്ലിക് ഡാറ്റ മെമ്പർ ആണ് ഈ ഒരു എ അല്ലേ? അപ്പൊ ഈ ഡിറൈവഡ് ക്ലാസ് ബിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഈ എനെ നമുക്ക് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, എക്ക് നമ്മൾ അങ്ങനെ അസൈൻ ചെയ്യണമെങ്കിൽ എ എന്നുള്ള ആ ക്ലാസ്സിന് ഒരു എന്ത് കൊടുക്കണം? ഒബ്ജക്റ്റ് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ ഒബ്ജക്റ്റ് വെച്ചിട്ടൊന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഡാറ്റ മെമ്പറിനെ അസൈൻ ചെയ്യാം. കിട്ടിയോ? മനസ്സിലായോ? എ പ്രൈവറ്റ് മെമ്പർ ആണ്. ഓക്കെ, പ്രൈവറ്റ് മെമ്പറിനെ ആ ക്ലാസ്സിന്റെ വെച്ചിട്ട് തന്നെ, ആ ക്ലാസ്സിന്റെ മെമ്പർ ഫംഗ്ഷൻ, ഫ്രണ്ട് ഫംഗ്ഷൻ, ആ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ബി ഡിറൈവഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബി എന്നുള്ളൊരു ബി ഡോട്ട് ഓക്കെ ബി ഒ എന്നുള്ളൊരു ഇത് ചെയ്തു, ഒ എന്നുള്ളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഒ ഡോട്ട് ബി ഈക്വൽ ടു 10. ഇത് വർക്കാവോ? ക്ലാസ് ബി ഡിറൈവഡ് ആണ്. ക്ലാസ് ബിക്ക് ഞാൻ ഒ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ബി എന്ന് പറഞ്ഞ ഡാറ്റ മെമ്പറിനെ ഞാൻ 10 ആയിട്ട്, ഒ എന്നുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് 10 ആയിട്ട് അസൈൻ ചെയ്തു. ഇത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഈ ബി എന്നുള്ളത് എന്താ? ക്ലാസ് എന്റെ പബ്ലിക് സെക്ഷൻ ഡാറ്റ മെമ്പർ ആണ് അല്ലേ? ക്ലാസ് ബി എന്ന് പറയുന്നതോ ക്ലാസ് എനെ പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പം അതെന്താണ്? പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വന്നു? ഇവിടെ ക്ലാസ് ബിക്കും പബ്ലിക് സെക്ഷനിൽ ഇൻഡ് ബി വന്നു, പ്രൊട്ടക്റ്റഡ് സെക്ഷനിൽ ഇൻഡ് സി വന്നു. ആ ക്ലാസ് ബിന്റെ പബ്ലിക് മെമ്പർ ആയിട്ട് തന്നെ ബി ബിഹേവ് ചെയ്യും അല്ലെ? സോ ഒ ഡോട്ട് ബി ഇസിക്കൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്റെ വാല്യൂ 10 ആവും അല്ലെ? പ്രൈവറ്റ് മെമ്പേഴ്സിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് പറയൂ. അഭിജിത്ത്, അനുവിന്ദ്, Barna, Archita, Arun,
അശ്വേത. അശ്വേത. Absent. ചന്ദ്രലേഖ. Present, miss. Okay. Gopika. Present, miss. Harsh. Present, miss. Hifsu. Present, miss. Jasim. Present, miss. Parvati. Present, miss. Rohit. Present, miss. Rohit. Present, miss. Okay. Vaishnavi. Present, miss. Ashwin Raj. Present, miss. Deepthi. Present, miss. Harita. Present, miss. Sanila. Sanila. Sanila absent. Shishira. Present, miss. Saumya. Saumya. Saumya absent. Ashweda, Sanila, Saumya absent is. Okay. അപ്പോൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.